ഹൃദയ ശാന്തതയും എളിമയുമുള്ളവനേ, ഈശോയേ എൻ ഹൃദയം ശാലോം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ലൂക്കാ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം സുപരിചിതമായിട്ടുള്ള വചനമാണ്. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. മാതാവിന്റെ പുണ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഒരുപാട് ചിന്തകൾ കേട്ട് വളരാനായിട്ട് ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ കേരളത്തിലുള്ളവര്. മാതാവിന്റെ അനുസരണം, മാതാവിന്റെ സമർപ്പണം, മാതാവിന്റെ വിനയം, മാതാവിന്റെ വിശ്വാസം, മാതാവിന്റെ വിശുദ്ധി, മാതാവിന്റെ ധൈര്യം, മാതാവിന്റെ ആ പ്രാർത്ഥനാശീലം, മാതാവിന്റെ ക്ഷമ. ഏറ്റവും ഉപരിയായിട്ട് നമ്മൾ എപ്പോഴും ധ്യാനിക്കുന്ന ഒരു സംഭവമാണ് മാതാവിന് മറ്റുള്ളവരോടുള്ള ഒരു കമ്പാഷൻ, ഒരു കാരുണ്യം, അവരെക്കുറിച്ചുള്ള ഒരു കരുതൽ, മറ്റുള്ളവരെ കുറിച്ചുള്ള ഒരു കരുതൽ. ഇതെല്ലാം നമ്മൾ ധ്യാനിക്കുന്നതാണല്ലേ. മറിയം ഒരു സാധാരണ സ്ത്രീ അല്ല. ദൈവപുത്രനെ പ്രസവിച്ച് വളർത്തി വലുതാക്കിയ ഒരു അമ്മ എന്നുള്ളതിനേക്കാളുപരി ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു സാക്ഷ്യമായിട്ട്, ഒരു മാതൃകയായിട്ട് ദൈവം നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഒരു അമ്മയാണ് പരിശുദ്ധ മാതാവ്. ഈ ഭാഗ്യം മാതാവിന് കിട്ടാനുള്ള ഒരു കാരണം, ഒരു പുണ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നിച്ച് നമുക്ക് ചിന്തിക്കാം. നമ്മുടെ ലോകം മുഴുവനും പല ശബ്ദ കോലാഹലങ്ങളിൽ പെട്ട് പൊളിയൂട്ടഡ് ആണല്ലേ. ഭൗതിക ലോകത്തിലാണെങ്കിലും ഈവൻ ആത്മീയ ലോകത്തിലാണെങ്കിലും സെയിം തന്നെയാണ്. ഇന്നും ഏറ്റവും റിലവൻ്റ് ആയി പലയിടത്തും ഉള്ളത് സ്പിരിച്വൽ കോമ്പറ്റീഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തിനാ? നമ്മളുടെ ചർച്ചിന്റെ തന്നെ ഫാമിലി യൂണിറ്റിൽ എടുത്ത് നോക്കിയാൽ പലപ്പോഴും ഒരു സ്പിരിച്വൽ കോമ്പറ്റീഷൻ. ഞങ്ങളുടെ ഫാമിലി യൂണിറ്റിന്റെ പെർഫോമൻസ് മറ്റ് യൂണിറ്റുകളെക്കാൾ മുന്നിൽ വരണം. പിന്നെ ഓട്ടം തുടങ്ങുകയായി അല്ലേ. അടുത്തുള്ള സ്നേഹ സമൂഹത്തിന്റെ ചെയ്തതിലും മികച്ചതായിരിക്കണം ഞങ്ങളുടെ സ്നേഹ സമൂഹത്തിൽ ചെയ്യുന്ന ലൈറ്റ് അറേഞ്ച്മെന്റ്സ്, സൗണ്ട് സിസ്റ്റം, ഫ്ലവർ ഡെക്കറേഷൻ, ഫുഡ്. ഇതിന്റെ എല്ലാം പിന്നാലെ ഇങ്ങനെ വിശ്വാസികൾ പെർഫോമൻസിന് വേണ്ടി ഫസ്റ്റ് ആകാൻ വേണ്ടിയിട്ട്, ബെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഓടുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പള്ളിക്കാരുടെ നോട്ടം പൂമാല മാറ്റി നോട്ടുമാല ഇടണം കേട്ടോ, ഫുഡ് വലുതായിട്ടൊന്നും വേണ്ട, കഞ്ഞി മതി കേട്ടോ, ബാക്കി പൈസ നേർച്ചപ്പെട്ടിയിലേക്ക്. അങ്ങനെയുള്ള ഇതിൻ്റെ അകത്തുനിന്ന് എന്തുമാത്രം ഈ സെന്റിമെന്റ്സ് വർക്കൗട്ടാക്കി സാധാരണ വിശ്വാസികൾ പോലും അറിയാതെ അവരുടെ കയ്യിലുള്ള കാശ് പെട്ടിയിലോ മാലയിലോ ഒക്കെ ആക്കാനായിട്ടുള്ളൊരു തന്ത്രപ്പാട്, ഒരു വ്യഗ്രതയിൽ ഓടുന്ന സഭാ നേതൃത്വത്തെയും ആക്രാന്തത്തോടെ പരക്കം പായുന്ന നമ്മുടെ കമ്മിറ്റിക്കാരെയും നമ്മൾ കാണാറുണ്ട്. ഈ ചൂഷണം ഇഷ്ടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാകാൻ ചേട്ടോ എന്തെങ്കിലും പറഞ്ഞാൽ നോട്ടപ്പുള്ളി ആകുമോ എന്ന ഭയം കൊണ്ടോ ചെണ്ടയുടെയും ഡെക്കറേറ്റ് ചെയ്ത് കയറ് വെച്ച് കെട്ടി പൊക്കിക്കൊണ്ട് നടക്കുന്ന ബൊമ്മയുടെയും പിന്നാലെ മുമ്പേ ഗമിച്ചിടുന്ന ഗോവ് തൻ്റെ പിൻപേ ഗമിക്കും ബഹുഗോക്കൾ എന്ന പോലെ മേളത്തിന്റെയും ശബ്ദത്തിന്റെയും ആകർഷണത്തിൽ പെട്ട് പിന്നാലെ പോകുന്ന പാവം വിശ്വാസികളുടെ അവസ്ഥയാണ് നമ്മൾ ഇന്ന് ആത്മീയ ലോകത്ത് കണ്ടുവരുന്നത്. നമ്മുടെ പല ആത്മീയ ആചാരങ്ങളും കെട്ടുകഥകളുടെയും ഐതിഹ്യങ്ങളുടെയും പിൻബലത്തോടെയുള്ളതാണ്. വ്യാജ പ്രബോധനങ്ങളും വ്യാജ പ്രവചനങ്ങളും ഒക്കെ ആകപ്പാടെ ശബ്ദ കോലാഹലമാക്കുകയാണ് നമ്മുടെ ആത്മീയത. ആരാധന പോലും, കുർബാന പോലും, അൾത്താര പോലും പെർഫോമൻസ് ബേസ്ഡ് ആയി മാറുന്ന അവസ്ഥയാണല്ലേ. യൂണിഫോം ടൈപ്പ് സാരി അല്ല, യൂണിഫോം കോഡിൽ എല്ലാവരും ഒരേ കളറിലെ ഡ്രസ്സ് ഇട്ട അല്ലെങ്കിൽ സാരി ഉടുത്ത സ്ത്രീജനങ്ങൾ, യൂണിഫോം കോഡിൽ വരുന്ന പുരുഷന്മാരും യുവജനങ്ങളും, എൻട്രൻസ് പ്രൊസഷൻ ഏറ്റവും താളാത്മകവും വർണ്ണാഭകവുമാകും. ഈവന്റ് മാനേജ്മെന്റിനെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത ഫ്ലവർ അറേഞ്ച്മെന്റ്സ് ഉള്ള അൾത്താര എല്ലാം കളറാക്കുന്നുണ്ട്. ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ മറിയത്തിന്റെ നിശബ്ദ ധ്യാനം നമുക്ക് ഒന്ന് ഓർത്തെടുക്കാം. ഡിജിറ്റൽ ശബ്ദങ്ങളുടെ കോലാഹലങ്ങളിൽ ആധുനിക ആശയങ്ങളിൽ വരുന്ന തെറ്റായ ശബ്ദങ്ങൾ, ചുരുക്കി പറഞ്ഞാൽ ആ ആബ്സെൻസ് ഓഫ് ഹോളി സൈലൻസ്, ഇത് നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ആ ആബ്സെൻസ് ഓഫ് ഹോളി സൈലൻസ് ആണ് ഇന്ന് എല്ലായിടത്തും കാണുന്നത്. പ്രസൻസ് ഓഫ് ഹോളി സൈലൻസ് ഇന്ന് നഷ്ടമാകുന്നു. സങ്കീർത്തന പുസ്തകം 46-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. മാതാവ് പഠിപ്പിക്കുന്ന പാഠം, ദൈവം സംസാരിക്കുന്നത് കേൾക്കാൻ മനുഷ്യൻ നിശബ്ദനാകണം. ദൈവം നമ്മിലൂടെ സംസാരിക്കണമെങ്കിൽ നാം വിനയമുള്ളവരാകണം. ദൈവം നമ്മിലൂടെ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ നാം അനുസരണയുള്ളവരാകണം. ഹൃദയത്തിന്റെ ശാന്തതയിലാണ് ദൈവത്തിന്റെ സ്വരം കേൾക്കാനായിട്ട് നമുക്ക് പറ്റുന്നത്.
നോർമലായിട്ട് പറഞ്ഞാൽ പല വഴക്കുകൾ ഒഴിവാക്കാൻ, പല തർക്കങ്ങൾ ഒഴിവാക്കാൻ പലപ്പോഴും നിശബ്ദത സഹായിക്കുന്നുണ്ടല്ലേ. അതിലൂടെ ദൈവശബ്ദം എനിക്കും കേൾക്കാൻ പറ്റും, എതിരെ നിൽക്കുന്നവനും കേൾക്കാനായിട്ട് പറ്റും. നിശബ്ദത പലപ്പോഴും മനസ്സിനെ, വാക്കുകളെ, വികാരങ്ങളെ, തർക്കങ്ങളെ നിയന്ത്രിക്കാൻ ഉള്ള ഒരു ശിക്ഷണമെന്ന് പരിശുദ്ധ മാതാവ് നമ്മളെ പഠിപ്പിച്ചു തരുന്നു. മാതാവ് ഏത് സാഹചര്യത്തിലും ശാന്തമായി, അധികം കോലാഹലങ്ങളോ ശബ്ദങ്ങളോ ഒന്നുമില്ലാതെ ദൈവത്തിൽ നിശബ്ദമായി ആശ്രയിച്ചു. ആത്മനിയന്ത്രണമില്ലാത്ത നിശബ്ദത, നിശബ്ദതയില്ലാത്ത ആത്മീയ വളർച്ചയുമില്ല. നിശബ്ദമായി വചനം ധ്യാനിക്കുന്ന ഹൃദയത്തിൽ ദൈവശബ്ദം കേൾക്കാനായിട്ട് സാധിക്കും. അവിടെ ദൈവവചനം ജനിക്കുകയും വളരുകയും ഫലം കായ്ക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ജീവിതം ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കുന്ന ജീവിതങ്ങളായി മാറ്റിയെടുക്കാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, പരിശുദ്ധ മറിയത്തിന്റെ മാതൃക ഞങ്ങൾ ഇന്ന് ധ്യാനിക്കുന്നു. ഹൃദയത്തെ ശാന്തമാക്കാനും അങ്ങയുടെ വചനത്തിലൂടെ അങ്ങയുടെ ശബ്ദം കേൾക്കുവാനും ഇഷ്ടം തിരിച്ചറിയുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ നിശബ്ദതയിലൂടെ ലോകം അങ്ങയുടെ ശബ്ദം കേൾക്കാൻ ഇടയാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കൂടെ നടക്കാം, നിത്യതയിലേക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം. എളിമയുമുള്ളവനേ ഈശോയേ, എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കേണമേ. ഹൃദയ ശാന്തതയെ